ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ്. പക്ഷേ ഞാൻ കാണിച്ചു തരാം വെള്ളച്ചാട്ടം. അതാണ് വെള്ളച്ചാട്ടം. വെള്ളം ഒരു തുള്ളി പോലും ഇല്ല അവിടെ. ദിസ് ഇസ് മാലു. The mandatory photo session. അയ്യോ നല്ല വെള്ളമാണ് ഗൈസ്. കണ്ടില്ലേ, നിറഞ്ഞു നിൽക്കുന്നു. വെള്ളച്ചാട്ടമാണത്. വലിയ വെള്ളച്ചാട്ടം തപ്പിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയും പോകണം ഒരു തുള്ളി വെള്ളം പോലെ ഇന്ന് ഒഴുകണില്ല. ഇതിന്റെ സ്റ്റെപ്സ് ഭയങ്കര വെള്ളച്ചാട്ടം ഗൈസ്. അവിടെ പൂമലയിൽ ശരിക്കും നല്ല വെള്ളച്ചാട്ടമുള്ളതാണ്. സമ്മറില് മൺസൂണില് നല്ല അടിപൊളിയാണ്. ചെറുപ്പത്തിൽ പോവാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണം. 1-2 പ്രാവശ്യം ഡാമിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ പോവാണ്. 3 പേർക്ക് വയ്യ, അതുകൊണ്ട് ഒരു മുകളിൽ ഇവിടെ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ഇത്തിരി ബാഡ് സ്ഥലമാണ്. നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു ചേച്ചിയാണ് നമ്മുടെ മുന്നിൽ നടക്കുന്നത്. ഇത് എങ്ങോട്ടാന്നൊന്നും അറിയില്ല, വഴി പോലെ ഇട്ടിട്ടുണ്ട്. ഇത് മുകളിൽ കയറാളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നല്ലൊരു ഫോട്ടോഗ്രാഫർ അവിടെ ചുറ്റി വീഡിയോ എടുക്കുന്നുണ്ട്. അത് കേറാൻ ഇത്തിരി പാടാ. ഇതൊക്കെ എന്ത് നല്ല പാടുണ്ട് കഴിച്ചത് കയറാൻ. വഴിയാണ് ഇപ്പോൾ ഒരു ഭാഗത്തെത്തി. ചെറിയ പേടിയുണ്ട്, കാരണം ഇത്തിരി വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. എനിക്കും രക്ഷയ്ക്കും ഇതിൽ സ്റ്റാമിന ഉണ്ട്. ബാക്കി എല്ലാവരും അവിടെ കിടന്ന് ഉരുളുണ്ട്. അവിടെ വലിയ കയറ്റാണ്, വലിയ കയറ്റാണ്. നമ്മൾ ഇതൊക്കെ പുറത്തിറങ്ങാൻ വഴി കണ്ടുപിടിച്ചു. വലിയ ധൈര്യശാലിയാന്നാണ് വിചാരം. അത് കിട്ടി. ഇവര് തുഴഞ്ഞിട്ട് ഇവിടെ എത്തിണ്ട്. അവിടെ പുലിയുണ്ട്. അവിടെ നമ്മൾ പോയ പോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, ഒരു മനുഷ്യൻ അറ്റത്തിരിക്കുന്നു. അവിടെ ചാരി ഇരിക്കണോ? ഞാൻ വഴിക്ക് വീഴാൻ പോയി. ശരിക്ക് വഴിക്ക് വീഴാൻ പോയി. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. മലകുത്തി കയറുന്നുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ ചെറിയ പരിപാടി കാരണം നമ്മൾ സിമ്പിളായിട്ട് കയറി. കയ്യമ്മ ഒന്നുമില്ല, എന്നിട്ട് വെറുതെ എന്തൊക്കെ കാണിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ മെയിൻ എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. പക്ഷെ മെയിനല്ല, ഒരു തരി മല കയറിയപ്പോഴേക്കും വെള്ളം കുടിക്കണം. ഓ എന്ത് തള്ളാണ് നമ്മളെ ഗൈസ്. നമ്മൾ ബോട്ടിങ് ചെയ്യണം. സൈക്കിൾ ബോട്ട് എടുത്തു. പിന്നെ സൈക്കിൾ ബോട്ട് എടുത്തു. എന്ത് ബോട്ടിങ്ങിലും ആവട്ടെ. ഇതേ നമ്മൾ നേരെയാണ് ചവിട്ടണേ, പക്ഷെ നമ്മൾ സൈഡിലേക്കാണ് പോണേ. നോക്ക, നമ്മൾ നേരെ ചവിട്ടുണ്ട്, പക്ഷെ വണ്ടി സൈഡിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആൾ സൈഡിലിരിക്കുന്നുണ്ട്.